മാന്യരെ, ഞാൻ രവി നമ്പ്രം, മയിൽ ചിലമ്പുലി കലാവിദ്യാലയത്തിൻ്റെ ഡയറക്ടറാണ്. ഞങ്ങൾ അവധിക്കാലത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടി, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന പൈതൃകം തേടി എന്ന ഒരു പ്രോജക്റ്റ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി 3-4 വീഡിയോ ഞാൻ ചെയ്യുകയുണ്ടായി. ചിലമ്പുലിയും കണ്ണൂർ മലയാള ഭാഷാ പോഷണ വേദിയിൽ ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രസ്തുത പരിപാടിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഒരു അനുബന്ധ വിവരം ആവട്ടെ എന്ന ധാരണയിലാണ് ചില കാര്യങ്ങൾ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ പരാമർശിക്കുന്ന വിഷയം ഭരണത്തെക്കുറിച്ചാണ്. ഇതിൽ പഞ്ചായത്തിനെക്കുറിച്ചും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ചും പ്രസിഡന്റ്, അംഗങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ എഴുതണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അല്പം ചില അനുബന്ധ വിവരങ്ങൾ കൂടി ഇതിൽ പങ്കെടുക്കുന്നവർക്കും ഈ വീഡിയോ ശ്രവിക്കുന്നവർക്കും നൽകുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിനായി പ്രധാനമായി 2 കാര്യങ്ങളിലൂന്നിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒന്ന്, എന്താണ് ഭരണം? അതുപോലെ 2, ആരാണ് ഭരിക്കുന്നത്? ഈ അടിസ്ഥാനപരമായ 2 കാര്യങ്ങളിലൂന്നിയാണ് ഞാൻ അല്പം ചില കാര്യങ്ങൾ പറയുന്നത്. സ്വീകാര്യമായത് അംഗീകരിക്കുക, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിൽ എന്താണ് ഭരണം എന്ന് ചിന്തിച്ചാൽ അതിനൊരു കൃത്യമായ ചോദ്യോത്തര രീതിയിലുള്ള ഉത്തരം നൽകുക ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ പറയാമെന്ന് തോന്നുന്നു. ഇപ്പം നമ്മളൊരു ഒരു ഒരു സ്റ്റേറ്റിലെ, ഒരു ജനപദത്തിലെ അഥവാ ഒരു രാജ്യത്തിലെ ജനങ്ങൾ, ആ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ജീവൽ പ്രശ്നങ്ങൾ അഥവാ ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഒന്നാമത് ശുദ്ധവായുവാണ് വേണ്ടത്. ക്രമം തെറ്റിയ കുഴപ്പമില്ല. ശുദ്ധവായു, ശുദ്ധജലം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അനുബന്ധമായി വരുന്ന വിദ്യാഭ്യാസം, ആരോഗ്യം, അതുപോലെ യാത്ര തുടങ്ങിയ മറ്റു കാര്യങ്ങൾ. ഇതൊക്കെ ഒരു പ്രദേശത്തിലെ, ഒരു സ്റ്റേറ്റിലെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നു എന്ന് ഉറപ്പാക്കലാണ് ഭരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അടിസ്ഥാന ആവശ്യങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയും ഒപ്പം ആ ജനതയുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന പ്രക്രിയയാണ് ഭരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി ആവർത്തിച്ചാൽ, ഇന്ത്യയെ സംബന്ധിച്ച് അഥവാ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളുടെ പൂർത്തീകരണവും അവരുടെ സുരക്ഷയും അഥവാ സംരക്ഷണവും ഒപ്പം ആനന്ദവും ആഹ്ലാദവും ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ്, പ്രക്രിയയാണ് ഭരണം എന്നത്. അത് ഏത് ലോകരാഷ്ട്രത്തിലും അങ്ങനെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആരാണ് നമ്മളെ ഭരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ തീർച്ചയായും നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഉത്തരം ഒരു പക്ഷേ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, അല്ലെങ്കിൽ രാഷ്ട്രപതി, ഇങ്ങനെയൊക്കെ ഉള്ള ഉത്തരങ്ങളാണ് കിട്ടുക. അതൊന്നും തെറ്റ് എന്ന് പറയുന്നില്ല. പക്ഷേ അതിന് ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മളെ ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്ഥാനങ്ങളോ വ്യക്തികളോ അല്ല, മറിച്ച് നിയമങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഭരണം എന്ന പ്രക്രിയ ഉറപ്പുവരുത്തുന്ന വഴി എന്ന് പറയുന്നത്, അതിൻ്റെ മാർഗനിർദ്ദേശം എന്ന് പറയുന്നത് നിയമങ്ങളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നോക്കൂ, ഭരണം ആര് ഭരിക്കുന്നു, അല്ലെ എങ്ങനെ ഭരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി നിർവചിച്ചുകൊണ്ട് അതൊരു ശാസ്ത്രീയ കാഴ്ചപ്പാടും ചട്ടക്കൂടും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ശാസ്ത്രീയമായ, അതായത് ഭരണനിർവഹണത്തിനുള്ള ശാസ്ത്രീയമായ അടിസ്ഥാന പ്രമാണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നെന്ന കാര്യങ്ങൾ വേണം, ഇന്നെന്ന രീതിയിൽ ചെയ്യണം, ഇന്നൊക്കെ പ്രവർത്തിക്കണം തുടങ്ങിയ ഒരു അടിസ്ഥാനപരമായ നിർദ്ദേശങ്ങളും അടങ്ങുന്ന പ്രമാണത്തിനാണ്, ഗ്രന്ഥത്തിനാണ്, അഥവാ ശാസ്ത്രീയമായ ചുമതല നിർവഹണത്തിലുള്ള നിർദ്ദേശത്തിനാണ് നമ്മൾ
ഭരണഘടന എന്ന് പറയുന്നത്. അതിലേക്കൊന്നും വിശദമായി പോകുന്നില്ല. അപ്പം ഈ ഭരണഘടന വെച്ചിട്ടാണ് ഭരണഘടനയെ ഒരു വേള നിയമങ്ങളുടെ നിയമം എന്നുകൂടി വിശേഷിപ്പിക്കുന്നുണ്ട്. അത് നിയമ ക്ലാസ്സിലൊക്കെ പഠിക്കാറുണ്ട്. അപ്പം ഈ ഭരണഘടന വെച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതൊരു വിശദമായി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അത് വെച്ച് ഭരണഘടന വെച്ച് നമ്മൾ ഭരിക്കുമ്പോൾ അടിസ്ഥാനപരമായി പ്രധാനമായും അതിന് 3 റൂട്ടുകളുണ്ട്, 3 തൂണുകളുണ്ട്. റൂട്ട് എന്ന് അല്ലെങ്കിൽ 3 തൂണുകളുണ്ട്. നമ്മൾ 4ാം തൂണെന്നൊക്കെ പറയുന്നത് വേറെ കാര്യം. ഇവിടെ പറയുന്ന 3 എന്ന് പറയുന്നത്, 1 ലെജിസ്ലേച്ചറിയാണ്, 2 എക്സിക്യൂട്ടീവാണ്, 3 ജുഡീഷ്യറിയാണ്. ഇപ്പോൾ ലെജിസ്ലേച്ചറി എന്ന് പറയുന്നത് ഭരണഘടനാ വിധേയമായി രൂപീകരിക്കപ്പെടുന്ന നിയമനിർമ്മാണമാണ്. അപ്പോൾ 1 നിയമനിർമ്മാണമാണ് ലെജിസ്ലേച്ചറി. അതിൻ്റെ നിർവഹണത്തിനുള്ള വിഭാഗത്തെയാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുക. അതിലെവിടെയെങ്കിലും താളപ്പിഴകൾ, അപാകതകൾ, അനാവശ്യങ്ങളൊക്കെ സംഭവിച്ചു പോയാൽ അത് കൃത്യമായി സംരക്ഷിച്ച് ഉറപ്പുവരുത്തുന്ന സംവിധാനത്തെയാണ് ജുഡീഷ്യറി എന്ന് പറയുക. ഈ പ്രക്രിയയിൽ നിന്നുകൊണ്ട്, ഈ 3 സംവിധാനത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ നിർവഹണ സംവിധാനം മുന്നോട്ട് പോകുന്നു എന്ന് കാണാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരുപാട് സവിശേഷതകൾ ഇന്ത്യൻ ഭരണത്തെ സംബന്ധിച്ചുണ്ട്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്നൊക്കെ പറയും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളിവിടെ ചിന്തിക്കേണ്ടത്, ഈ അധ്യായത്തിലൂടെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ പ്രാദേശിക ഭരണകൂടത്തെക്കുറിച്ചുള്ള ഒരു പ്രാഥമികമായ വിവരം മക്കൾക്കുണ്ടാവുക, രക്ഷിതാക്കളത് സമാഹരിച്ച് കുട്ടികൾക്ക് ഷെയർ ചെയ്യുക എന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രാദേശിക ഭരണകൂടം എന്ന് പറയുമ്പോൾ എന്താണ് എന്നുകൂടി നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഭരണഘടന, ഇതൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഭരണഘടനയനുസരിച്ച് നമ്മുടെ ഭരണ സംവിധാനത്തിനെ, ഇപ്പോൾ ലെജിസ്ലേച്ചറി കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുമല്ലോ. എക്സിക്യൂട്ടീവിലുള്ള 2 ഘടകങ്ങളുണ്ട്. അതിലൊന്ന് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കുന്ന ഭരണ ചുമതലയുള്ളവരും അത് നിർവഹിക്കാൻ അവരെ സഹായിക്കുന്ന ഭരണ വിഭാഗത്തെ സഹായിക്കുന്ന, ഭരണ നേതൃത്വത്തെ സഹായിക്കുന്ന ബ്യൂറോക്രസിയും, അതായത് ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും അടങ്ങുന്നതാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അതിന് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അഖിലേന്ത്യാ തലത്തിൽ ഒരു സംവിധാനം, ദേശീയ ഭരണകൂടം. നമ്മൾ വ്യത്യസ്ത ഭാഷ ഇതൊക്കെ വെച്ച് നമുക്ക് സംസ്ഥാനങ്ങളുണ്ടെന്നറിയാം. അപ്പോൾ ദേശീയ കേന്ദ്ര ഭരണകൂടം, കേന്ദ്ര ഭരണത്തിന് കീഴെയായി പ്രാദേശികമായി നമുക്കറിയാം സംസ്ഥാന ഭരണകൂടം. അവിടെ നിൽക്കാതെ തുടർന്ന് ഭരണഘടനാ ഭേദഗതിയിൽ വന്നൊരു സംവിധാനമാണ് ഈ ഭരണനിർവഹണ പ്രക്രിയ കുറെ കൂടി ശാസ്ത്രീയവും ജനകീയവുമാക്കാൻ വേണ്ടി താഴെത്തട്ടിലേക്ക് പ്രാദേശിക ഭരണകൂടങ്ങളെ സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ അവസ്ഥയിൽ വന്നതാണ് നമുക്കറിയാം 3 തലത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അതിലൊന്ന് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് നമ്മളത് പറയുന്ന പേര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നാണ്. അപ്പോൾ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും കീഴെയായി അനുബന്ധമായി അവർ ചെയ്യുന്ന പ്രവർത്തനത്തിനോടൊപ്പം ചേർന്നുകൊണ്ടത് പൂർത്തീകരിക്കാനുള്ള താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഭരണനിർവഹണം നടത്താനുള്ള പ്രക്രിയയ്ക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട ത്രിതല തദ്ദേശ ഭരണ സംവിധാനം. അതിൽ 1 ജില്ലാ ഭരണകൂടം, സമാനമായി നിൽക്കുന്ന കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി പോലുള്ള ഭരണ സംവിധാനങ്ങൾ. ജില്ലാ ഭരണകൂടത്തിന് താഴെ ബ്ലോക്ക് തലത്തിലുള്ള ഒരു ഭരണ സംവിധാനം, ബ്ലോക്ക് തദ്ദേശ ഭരണ സ്ഥാപനം. അതിന് താഴെ മേലെ എന്നുള്ളതല്ല, ഒരു പ്രക്രിയയാണ്, ഒരു സംവിധാനമാണ്. പ്രാദേശിക തലത്തിൽ ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള ഭരണ സംവിധാനം. അപ്പോൾ ഇതിൽ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, ജില്ലാ ഭരണകൂടം, ബ്ലോക്ക് പഞ്ചായത്ത് ഭരണകൂടം, ഗ്രാമപഞ്ചായത്ത് ഭരണകൂടം, ഈ 3 ചേർന്ന് വരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ. അതിന് മേലെ സംസ്ഥാന ഗവൺമെൻറ്, അതിന് മേലെ കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജില്ല ഏത്, ആ ജില്ലയിലെ കഴിഞ്ഞ 4-5 ടേമിലുള്ള, അതായത് ജനകീയ ആസൂത്രണം, ഡീസെൻട്രലൈസേഷൻ സംവിധാനം വന്നതിന് ശേഷം രൂപീകരിക്കപ്പെട്ട ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാർ, അധ്യക്ഷന്മാർ ആരൊക്കെയായിരുന്നു?
ജില്ലാ പഞ്ചായത്തിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ, അതുപോലെ ഗ്രാമപഞ്ചായത്ത്. പിന്നെ അതിനെ തന്നെ നമ്മളെ ഗ്രാമപഞ്ചായത്തിന് ഇതിനൊക്കെ പ്രാദേശികമായി ജനപ്രാതിനിധ്യത്തിന് വേണ്ടി വാർഡ് തുടങ്ങിയ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വാർഡിൻ്റെ പേര്, വാർഡിൻ്റെ എണ്ണം, വാർഡിലെ മെമ്പർമാർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശേഖരിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചുരുക്കുന്നു. എന്താണ് ഭരണം, ആരാണ് നമ്മളെ ഭരിക്കുന്നത്, എങ്ങനെയാണ് ഭരണപ്രക്രിയ പ്രാദേശിക തലത്തിലേക്ക് വന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശദമായ സാമൂഹ്യ ശാസ്ത്ര പഠനം പോലെയുള്ളൊരു ഭാഗത്തേക്ക് കുട്ടികളെ ശ്രദ്ധ തിരിക്കുകയും അങ്ങനെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ പരിജ്ഞാനം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നതാണ് ഈ അധ്യായത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും താല്പര്യപൂർവ്വം അത് അന്വേഷിച്ച് മനസ്സിലാക്കി എഴുതണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി.